ചേച്ചി പെട്ടി ബാക്കി തന്നു. സാധനങ്ങളൊക്കെ എടുത്തു വെക്ക. ചേച്ചി പോവോ? വാ. ഇതൊക്കെ എന്തിനാ പാക്ക് ചെയ്യുന്നേ? നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ യാമി? എന്തിനാ ഈ സാധനങ്ങളൊക്കെ പെട്ടിയിൽ എടുത്ത് വെക്കുന്നേന്ന്? എനിക്ക് പോകുമ്പോ കൊണ്ടുപോവാൻ. നീ എങ്ങോട്ടും പോകുന്നില്ല. അച്ഛന്റെ വാശിക്കൊപ്പം വെറുതെ തുള്ളാൻ നിൽക്കല്ലേ. അമ്മയുടെ വാശിക്കെല്ലാം അമ്മ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ എനിക്ക് മാത്രം എന്താ കുഴപ്പം? യാമി, വെറുതെ എന്നോട് തർക്കത്തിന് വരണ്ട. എന്ത് സംഭവിച്ചാലും നിന്നെ ഇവിടെ നിന്ന് ഞാൻ വിടില്ല എന്ന് പറഞ്ഞാൽ വിടില്ല. ഞാൻ പോവും പോവും പോവും. എന്റെ അനുവാദം ഇല്ലാതെ ഈ വീടിന്റെ പുറത്തേക്ക് നീ ഇറങ്ങില്ല. ഞാൻ എന്തിനാ അമ്മയുടെ അനുവാദം ചോദിക്കുന്നത്? ഇഷ്ടമല്ലാത്തവരോട് ആരെങ്കിലും അനുവാദം ചോദിക്കോ? ഇഷ്ടമില്ല. അപ്പൊ അമ്മയോട് വെറുപ്പാണോ നിനക്ക്? അതെ, എനിക്ക് വെറുപ്പാ. എന്റെ ഒരു കാര്യത്തിലും അമ്മ ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്നോട് സംസാരിക്കാൻ വരുന്ന പോലും എനിക്ക് ഇഷ്ടമല്ല. അമ്മ തെറ്റ് ചെയ്യാ, എന്നിട്ട് അതാരെങ്കിലും ചോദിച്ചാ എല്ലാ ദേഷ്യവും എന്റെ അടുത്ത് കാണിക്കാം. ചേച്ചി, വഴക്കുണ്ടാക്കാൻ വേണ്ടി നീ വിളിച്ചോണ്ടോന്നല്ലേ? അമ്മയെ കണ്ടാ ഞാൻ പേടിച്ചു എന്ന് വിചാരിച്ചോ? അമ്മയെ നീ പേടിക്കണ്ട മോളെ. പക്ഷെ നിന്നെ കുറിച്ച് ഓർത്ത് അമ്മ പേടിക്കും. അങ്ങനെ ഒരു ചീത്ത ശീലം അമ്മയുടെ മനസ്സിലുണ്ടായിപ്പോയി. അച്ഛനും നിനക്കൊക്കെ അതൊരു വലിയ തെറ്റാ. ഇപ്പൊ നിനക്ക് മായാൻറ്റിയല്ല, മായാൻറ്റി കാണിച്ചിരുന്ന ലോകാണ് ഇഷ്ടം. അതെ, എനിക്ക് മായന്റെ ഇഷ്ടം അമ്മയെക്കാൾ 100 ഇരട്ടി ഇഷ്ടം. മായാന്റെ എന്നെ കെയർ ചെയ്യുന്ന പോലെ അമ്മയ്ക്ക് എന്നെ കെയർ ചെയ്യാൻ പറ്റില്ല. ഒന്ന് പുറത്തു കൊണ്ടുപോയാ എന്തെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്ത് തന്നാ അവരെനിക്ക് തുല്യാവോ? ആവോ മോളെ? അമ്മയ്ക്ക് തുല്യായിട്ട് എന്തിനാ? എല്ലാവരും ചതിക്കാനാ? വേണ്ട, മോളും അമ്മയും തമ്മിൽ ഇനി സംസാരിച്ചാൽ ശരിയാവില്ല. എന്റെ മോള് അരുതാതെ എന്തെങ്കിലും പറഞ്ഞു പോകുന്നുള്ള പേടി അമ്മയ്ക്കുണ്ട്. ഇപ്പോ അത് കേട്ട് ഞാൻ സഹിച്ചു നിന്നാ നാളെ ഒരിക്കൽ അത് പറഞ്ഞു പോയതിന്റെ പേരിൽ നീ വേദനിക്കും. അതുകൊണ്ട് അമ്മ നിർത്തിപ്പോവാ. ഈ ഒരു മാസം കാര്യമായ യാത്രയൊന്നും നടക്കില്ലെന്ന് അരുൺ പറഞ്ഞു. ഞാനത് സമ്മതിച്ചു. പക്ഷെ ഇത് രണ്ട് ദിവസത്തെ കാര്യമാണ് ഫാദർ. എന്റെ ഒരു കൂട്ടുകാരിയുണ്ട് ആര്യ. അവളും ഭർത്താവും കാനഡയിൽ സെറ്റിൽ ആവാൻ പോവാ. അതിനു മുൻപ് അവരുമായിട്ട് 2 ദിവസം കൊടൈക്കനാലില് അവരതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു കഴിഞ്ഞു. എന്നെ വിളിച്ചപ്പോ ഞാൻ ഓക്കെയും പറഞ്ഞു. അതെന്ത് പണിയാ നീ കാണിച്ചത്? അരുണിനോട് ആദ്യം ചോദിക്കണ്ടേ? അതിനുശേഷമല്ലേ ഓക്കെ പറയേണ്ടത്? ഒരു വീക്കെൻഡിന്റെ കാര്യമല്ലേ ഉള്ളൂ. പറഞ്ഞപ്പോ ഒരു കാരണവശാലും പറ്റില്ലെന്ന് അരുൺ പറഞ്ഞു. ഫാദർ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. അവൾ ഇനി പോയ എന്നാ തിരിച്ചു വരാന്ന് അറിയില്ല. അതുകൊണ്ടാ. ഞാൻ സംസാരിക്കാം എന്ന് കരുതി ഇതെന്റെ ഉറപ്പൊന്നുമല്ല കേട്ടോ. എനിക്ക് എന്തായാലും പോയേ പറ്റൂ. ഒരിക്കലും നടക്കില്ല സ്നേഹ. അതിനുവേണ്ടി വെറുതെ വാശി പിടിക്കണ്ട. കണ്ടോ ഫാദർ, വേണമെന്ന് വിചാരിച്ച അരുണിന് വരാവുന്നതേ ഉള്ളൂ. അരുൺ 2 ദിവസം ചെല്ലാതിരുന്ന ആ ഹോസ്പിറ്റൽ ഇടിഞ്ഞ് താഴെ വീഴൊന്നുമില്ലല്ലോ. എന്ത് സംസാരോടോ ഇത്? താൻ എന്റെ ഡ്യൂട്ടിയെ കുറിച്ച് ഇത്ര നിസ്സാരമായിട്ട് സംസാരിക്കുന്നത്? സ്നേഹ, ഇത് കേട്ട് നിൽക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പറയുന്ന മുഴുവൻ ഞാൻ കേട്ടിരിക്കണം അല്ലേ? അല്ല മക്കളെ, നിങ്ങൾ എന്തിനാ സംസാരിച്ച് കാട് കയറുന്നത്? അരുണിന് പോകാൻ പറ്റില്ലെങ്കിൽ നീ അവരെ വിളിച്ചു പറ, അല്ലാതെ തർക്കമൊന്നും വേണ്ട. അച്ഛൻ എന്തിനാ അരുണിന്റെ സൈഡിൽ നിൽക്കുന്നേ? ഞാൻ പറഞ്ഞ അത്ര കുഴപ്പമുള്ള കാര്യമാണോ? ആണ്. ഇപ്പൊ ഒരു അനാവശ്യ കാര്യത്തിനാണ് നമ്മൾ തമ്മിൽ തർക്കിക്കുന്നത്. അരുണിന് വേണ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ നമ്മൾ പോകാറുണ്ടല്ലോ. എനിക്ക് വേണ്ടപ്പെട്ട സ്ഥലങ്ങളിൽ പോകേണ്ടി വരുമ്പോഴാ പ്രശ്നം. ഞാൻ തന്നെ എവിടെ കൊണ്ടുപോയത്? ഓ, മൈഥിലി മാമിന്റെ വീട്ടിൽ പോയ കാര്യമാണോ ഇത്ര കൊട്ടിഘോഷിച്ച് പറയാനുള്ളത്? മതിയടാ മതി. ഇത് എന്തുവാടത്? രണ്ടിനും കുറച്ച് പക്വത വന്നാ ഞാൻ കരുതിയത്. ഇത് വെറും കുഞ്ഞുകളി. ഈ ഒരു മാസം എന്നെ ഒന്നിനും നിർബന്ധിക്കുന്നു പറ ഫാദർ. അത് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോയിക്കോളാം. അത് കഴിയുമ്പോഴേക്കും അവര് പോയിട്ടുണ്ടാവുമല്ലോ. ആ, പോണെങ്കി പോട്ടെ. അരുൺ, രംഗനാഥ, ഞാൻ ഇറങ്ങുക. ഇവരുടെ തമ്മിത്തല്ല് നമ്മൾ രണ്ടുപേരും കേൾക്കേണ്ടതല്ല.
അവരുടെ സ്വകാര്യതയിൽ അവര് തമ്മിത്തല്ലോ തർക്കിക്കോ തലപൊളിക്കോ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. ഫാദർ, ഞാൻ കൂടെ വരാം. അയ്യോ വേണ്ട, നിങ്ങൾക്ക് ഇതിന്റെ ബാക്കി പത്രം പറയാനുണ്ടാവുമല്ലോ. ഇതിന്റെ ബാക്കി ഇനി എന്തു പറയാൻ? കുറച്ച് കഴിയുമ്പോൾ അയാൾക്ക് എന്നെ മനസ്സിലാവും. അല്ലാണ്ട് എന്തു പറയാൻ? അങ്കിൾ, ഞാൻ ഫാദറിനെ വിട്ടിട്ട് വരാം. ആയിക്കോട്ടെ. രംഗനാഥ, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇടപെടേണ്ട കാര്യങ്ങളിൽ മാത്രമേ ഇടപെടാവൂ. അല്ലാത്ത കണ്ടില്ലെന്ന് അടിക്കണം, കണ്ണടച്ച് കളയണം. എങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. ശരി ഫാദർ. ഇതിനിടയിൽ കുട്ടിച്ചനെ വിളിച്ചു വരുത്തേണ്ട കാര്യം എന്താ? അച്ഛനും അമ്മയും വിളിച്ചു വരുത്താൻ എനിക്ക് സമയമില്ല. ഞാൻ അച്ഛനെ പോലെ ബഹുമാനിക്കുന്ന ആളാ കുട്ടിച്ചൻ. കുടിച്ചൻ വന്നിട്ട് എന്നോട് പോണ്ടെന്ന് പറയോ? മോളെ വേണ്ട. കുട്ടിച്ചൻ നമുക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളാ. കുട്ടിച്ചൻ വരട്ടെ. അല്ല, കുട്ടിച്ചൻ വന്നിട്ട് ഞാൻ ഈ തീരുമാനം മാറ്റുന്നില്ലെങ്കിൽ എന്താണാവോ ഉദ്ദേശിക്കുന്നത്? ഞാൻ തീരുമാനിച്ചില്ല. ഇതിന്റെ വാശിയാണെന്നൊന്നും അച്ഛനും മോളും തെറ്റിദ്ധരിക്കണ്ട. വാശി നിങ്ങൾക്കാ. അമ്മയ്ക്ക് അസൂയ, കുശുംബ, അല്ലാതെ വേറൊന്നുമല്ല. ആ, യാമി നിന്നോട് മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞത്? പറഞ്ഞോട്ടെ സാരംഗ്. അമ്മയെ ഇഷ്ടമല്ല, വെറുപ്പാണ് എന്നൊക്കെ മുഖത്ത് നോക്കി അവള് പറച്ചിൽ കഴിഞ്ഞതല്ലേ. സാരംഗ് അത് അറിയാതിരിക്കില്ല. മോളുടെ നേട്ടങ്ങളൊക്കെ മോള് കൃത്യസമയത്ത് അച്ഛനോട് പറയുന്നുണ്ടാവുമല്ലോ. എന്റെ മകള് ബുദ്ധിയുള്ളവളാണെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അവളുടെ ബുദ്ധിയിൽ അവൾക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുന്നു. വേണ്ട അമ്മേ, കുട്ടിച്ച വരട്ടെ. കുട്ടിച്ച സമ്മതിക്കില്ല. നമുക്ക് കാണാം. ആര്യപ്പ വീണ്ടും വിളിച്ചിരുന്നു. അവള് വീണ്ടും കമ്പൽ ചെയ്തോണ്ടിരിക്കുക. ഇനി ആ വിഷയത്തിൽ സംസാരം വേണോ? അവരോട് കാര്യം പറഞ്ഞാ പോരെ? അരുൺ വരട്ടെ, ഞാൻ ഒന്നുകൂടെ സംസാരിച്ചു നോക്കാം. പറ്റില്ല. അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടാണ് അരുൺ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. തിരിച്ചു വന്ന് വീണ്ടും അത് ആവർത്തിക്കാൻ പറ്റില്ല. അപ്പോ എന്റെ ആഗ്രഹങ്ങൾക്ക് ഒരു വിലയില്ല. ഇപ്പൊ നിന്റെ ആഗ്രഹം, അരുണിന്റെ ആഗ്രഹം അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ ആഗ്രഹമേ ഉള്ളൂ. രണ്ടുപേരും ഇരിക്കുക, സംസാരിക്കുക, രണ്ടുപേർക്ക് മനസ്സുള്ള സ്ഥലത്ത് പോവുക. ഇപ്പൊ ഫാദറിന്റെ എന്റെ മുന്നിലുണ്ടായ ഈ സംസാരം ഉണ്ടല്ലോ, അതെന്തായാലും ഇനി ഈ വീട്ടിൽ നടക്കില്ല. പിന്നെന്താ, ഞാൻ വാ മൂടിക്കെട്ടിയിരിക്കണോ? മോളെ, കുറച്ചു മുമ്പ് നിങ്ങൾ തർക്കിച്ചില്ലേ? അത് സ്നേഹത്തിന്റെ പേരിലുള്ള ഉരസലാണെന്നൊക്കെ നിങ്ങൾ നല്ല പേരിട്ട് വിളിച്ചാലും അത് ഒട്ടും നല്ലതല്ല. മാത്രമല്ല, അരുണിനോട് നീ ഇങ്ങനെ തർക്കിക്കുന്നത് എനിക്കൊട്ടും ഇഷ്ടമല്ല. ഓ, അടക്കം ഒതുക്കം വേണം. ഭൂമിയെ നോവിക്കാതെ നടക്കണം. ചിരിക്കുന്നത് അയൽപക്കത്ത് കേൾക്കാൻ പാടില്ല. പഴയകാലത്ത് അമ്മൂമ്മമാര് പറഞ്ഞു കൊടുക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അച്ഛനും അത് തന്നെയാണോ എനിക്ക് തരുന്ന ഉപദേശം? ഞാൻ നിന്നെ എങ്ങനെയാ വളർത്തിയത്? സ്വാതന്ത്ര്യത്തിന് എന്ത് കുറവായിരുന്നു നിനക്ക്? കേക്കട്ടെ. അത് പിന്നെ എനിക്കും നിനക്ക് പറയാൻ ഒന്നുമില്ല. വളരെ നിസ്സാരമായ കാര്യത്തിന് വിവാഹം കഴിക്കുന്നില്ല എന്ന് തീരുമാനമെടുത്ത ആളുകളാ നിങ്ങള്. എന്തിന്? നീ പ്രഗ്നന്റ് ആയപ്പോ പോലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. നിന്നെ മാത്രമല്ല ഞാൻ പറയുന്നത്, സ്വന്തം വാശി ജയിക്കണമെന്ന് രണ്ടുപേർക്കുണ്ട്. പക്ഷെ അത് അപകടത്തിലേക്ക് കലാശിക്കൂ. പിന്നെ അപകടം. എന്നിട്ട് ഭാര്യയായിട്ട് സംസാരം ഉണ്ടായാല് ഉടനെ ഉപേക്ഷിച്ചു പോലല്ലേ? പുതിയ തലമുറ എനിക്ക് ഇഷ്ടമൊക്കെയാണ്. പക്ഷെ ബന്ധങ്ങളെ കുറിച്ച് വളരെ നിസ്സാരമായിട്ട് നിങ്ങൾ സംസാരിച്ചില്ലേ? പോണെങ്കിൽ പോട്ടെ എന്ന്. ഒരു ബന്ധം നശിപ്പിക്കാൻ ഒരു വാക്ക് മതി. പക്ഷേ ആ വാക്കുണ്ടാകുന്ന മുറിവ് കൂട്ടിച്ചേർക്കാൻ ഒരു ആയുഷ്കാലം മുഴുവൻ ശ്രമിച്ചാലും പറ്റിയെന്ന് വരില്ല. അച്ഛന് നിന്നെ കൂടുതൽ ഉപദേശിക്കുന്ന ഇഷ്ടമല്ല. വാക്കുകളൊന്നും തെറ്റിപ്പോരെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ ശ്രദ്ധിച്ചോളാം. അപ്പൊ പിന്നെ നീ എന്താ മിണ്ടാത്തെന്ന് ചോദിച്ച് എന്റെ അടുത്തേക്ക് വന്നേക്കരുത്. ഇതിനൊക്കെ ഞാൻ എന്തു മറുപടി പറയാന്? മൈഥിലി, എന്തു പറ്റി? എന്താ വല്ലാതിരിക്കുന്നത്? എന്താ ഇവിടെ പ്രശ്നം?
ഞാൻ പറയാം. മായാൻറ്റി മലേഷ്യക്ക് പോകുന്നുണ്ട്. എന്നോടും കൂടെ ചെല്ലാനാ പറഞ്ഞേ. അച്ഛനത് സമ്മതിച്ചു. പോവാൻ പറ്റില്ലെന്ന് അമ്മ പറയണേ. കുട്ടിച്ചൻ പറയും, ഇതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ? യാമിക്ക് അങ്ങനെ ഒരു യാത്ര പോകണമെങ്കിൽ എൻ്റെ കൂടെ വരട്ടെ, അല്ലെങ്കിൽ സാരംഗിന്റെ കൂടെ പോട്ടെ. മറ്റൊരാളുടെ കൂടെ അനുവദിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാ. അതെന്താ സാരംഗ താൻ ഇങ്ങനെ ഒരു ബുദ്ധിയില്ലാത്ത തീരുമാനം എടുത്തത്? മൈഥിലിയുടെ ചോദ്യം ന്യായമല്ലേ? ഈ മായാ മഹേശ്വരി എന്ന് പറയുന്നത് തന്റെ ഒരു ബിസിനസ് പാർട്ട്ണർ മാത്രമല്ലേ, അല്ലാതെ നിങ്ങളുടെ ബന്ധുവൊന്നുമല്ലല്ലോ. ബന്ധുക്കൾ മാത്രമല്ലല്ലോ കുട്ടിച്ച വേണ്ടപ്പെട്ടവരാവുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചില ബന്ധങ്ങൾ എന്നേ വിലക്കേണ്ടി വന്നേനെ. സാരംഗ് ഉദ്ദേശിച്ചത് എന്താന്ന് കുട്ടിച്ചന് മനസ്സിലായില്ലേ? അരുണിന്റെ കാര്യ. അവന്റെ വിവാഹവും കഴിഞ്ഞു, നല്ലൊരു കുടുംബജീവിതമായി. സത്യത്തിൽ ഇനിയും അവന്റെ പേര് പറയുന്നത് വെറും അസൂയുണ്ടാ. അച്ഛനും മോളും കൂടെ അവരുടെ വിവാഹം തകർക്കാൻ ശ്രമിച്ചത് കുട്ടിച്ചന് അറിയാലോ. അത് നടന്നില്ല, അതിന്റെ വിഷമം ഉണ്ടാവും. അത്തരം കാര്യങ്ങളൊന്നും വിഷമിക്കുന്ന ആളല്ല ഞാൻ. അവരുടെ വിവാഹം കഴിഞ്ഞ് ജീവിച്ചു തുടങ്ങിയതല്ലേ ഉള്ളൂ. കുറച്ചുനാൾ കഴിയട്ടെ, അപ്പൊ എന്തൊക്കെ സംഭവിക്കുന്ന ആർക്കറിയാം. അതവരുടെ കാര്യം. യാമിയെ കൂടെ പറഞ്ഞയക്കാമെന്ന് മായാമഹേശ്വരിയോട് ഞാൻ ആ വാക്ക് പറഞ്ഞ. എനിക്കത് പാലിച്ചേ പറ്റൂ. നാളെ രാവിലെ യാമി പോവും. അങ്ങനെ തന്നെ ഏകപക്ഷീയമായിട്ടൊരു തീരുമാനം എടുക്കണ്ട. മകളുടെ കാര്യത്തിൽ തനിക്കുള്ള അവകാശം പോലെ മൈഥിലിക്കുണ്ട് അവകാശം. മൈഥിലി വിലക്കുന്ന ഒരു സ്ഥലത്തേക്ക് അവളെ അയക്കണ്ട. പറ്റില്ല കുട്ടിച്ച. എന്റെ വാക്കിന് നീ വില കൽപ്പിക്കുമെന്നാ ഞാൻ കരുതിയത്. കുട്ടിച്ചന്റെ വാക്ക് ഇതുവരെ ഞാൻ മറികടന്നിട്ടില്ല. പക്ഷെ ഇക്കാര്യത്തില് എനിക്ക് കുട്ടിച്ചനെ അനുസരിക്കാൻ പറ്റില്ല. അതൊരു നല്ല ശീലമല്ല സാരംഗെ. ഇക്കാര്യത്തിൽ ഞാൻ പൂർണ്ണമായും മൈഥിലിയുടെ കൂടെയാ. സാരംഗി യാത്ര ക്യാൻസൽ ചെയ്യും. കുട്ടിച്ചൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? കുട്ടിച്ചൻ എന്തിനാ ഈ കാര്യത്തിൽ ഇടപെടുന്നേ? ന്യായം കണ്ടുപിടിക്കാൻ വന്നേക്കുന്നു. കുട്ടിച്ചൻ കേട്ടില്ലേ? ആരെ നിഷേധിക്കാനും ഇപ്പൊ അവൾക്ക് പേടിയില്ല. കാരണം മായാമഹേശ്വരി ഇപ്പൊ അവൾക്ക് സർവസ്വമാണ്. അങ്ങനെയാ അവളുടെ അച്ഛൻ ഇപ്പൊ അവളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്. സാരംഗെ, ഇത്രയും വാശിയിൽ നിങ്ങൾ തമ്മിൽ അകന്നു നിൽക്കുമ്പോ ഇനി ഇതിന് നിയമപരമായ പോംവഴി മാത്രമേ ഉള്ളൂ. മൈഥിലി ഒരു കാര്യം ചെയ്യും, പോലീസിൽ അറിയിക്കും. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങള് അവരെ കൊണ്ട് പറ്റുമല്ലോ. പോലീസിന്റെ കാര്യം പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്താന്ന് കരുതുന്നുണ്ടോ കുട്ടിച്ചൻ? നിന്നെ ഭീഷണിപ്പെടുത്താൻ പോലീസിന്റെ ആവശ്യമുണ്ടോ സാരംഗെ? ഞാനൊന്ന് നേരെ നിന്നാ എന്നെ തടയാനുള്ള ചങ്കൂറ്റം ഉണ്ടോ നിനക്ക്? കുട്ടിച്ച പ്ലീസ്, കുട്ടിച്ചനോട് എനിക്ക് മോശമായിട്ട് സംസാരിക്കേണ്ടി വരരുത്. കുട്ടിച്ചൻ പോയിക്കോളൂ, അതാ നല്ലത്. വന്ന കാര്യം തീർക്കാതെ പോകാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്നാ കുട്ടിച്ചൻ കേട്ടോ, പോലീസിനെ വിളിച്ചാലും നിയമപരമായ എന്ത് സഹായം ആവശ്യപ്പെട്ടാലും എന്റെ മകളെ പറഞ്ഞു വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു വിട്ടിരിക്കും. അഥവാ എനിക്കതിന് പറ്റിയില്ലെങ്കിൽ ആ നാണക്കേട് സഹിച്ച് ഞാൻ ജീവനോടെ ഇരിക്കില്ല. ഓടുവാ സാരംഗേ, കുട്ടിച്ചന് പോലീസിൽ ഉന്നത ബന്ധങ്ങളുണ്ടെന്ന് എനിക്കറിയാം. കുട്ടിച്ചനെ കൊണ്ട് ചെയ്യാവുന്നത് കുട്ടിച്ചൻ ചെയ്തു കൊടുക്ക. തടുക്കാവുന്ന മാർഗങ്ങൾ ഞാനും നോക്കാം. തോൽക്കും കുട്ടിച്ച, മൈഥിലിയും തോൽക്കും, കുട്ടിച്ചനും തോൽക്കും. ഇത് സാരംഗിന്റെ തീരുമാനാ. ഓടുവാ. വരുമ്പോ എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു മോളെ, അവൻ എന്റെ വാക്കുകൾ അനുസരിക്കുമെന്ന്. ഇനിയിപ്പോ എന്താ നമ്മൾ ചെയ്യാ? അവളെ അവരുടെ കൂടെ പറഞ്ഞയക്കാന്ന് പറഞ്ഞാൽ എനിക്കത് ചിന്തിക്കാൻ കൂടെ പറ്റില്ല കുട്ടിച്ച. നമുക്ക് നോക്കാം. നീ പോകുന്നില്ലേ? കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. അതെന്ത് പറ്റി? അവിടെയുള്ളവർക്ക് ഉറങ്ങണ്ടേ? ഉറങ്ങണമെങ്കിൽ ഉറങ്ങട്ടെ, ഞാൻ ചെല്ലുമ്പോൾ വിളിച്ചാൽ പോരെ? എഴുന്നേറ്റ് പോടാ. എന്റെ മോൻ ടെൻഷനായി. എടാ, ഇത് അത്ര കാര്യമാക്കാനുള്ള കാര്യമൊന്നുമില്ല. ദാമ്പത്യ ജീവിതത്തിൽ പെണ്ണ് നിർബന്ധിക്കുന്നവളും ആണ് നിഷേധിക്കുന്നവനുമാണ്. അതായ കാലം മുതലേ അങ്ങനെ. അവരുടെ ആഗ്രഹങ്ങളൊക്കെ ചെറുതായിരിക്കും, പക്ഷേ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ. ഒരു കാര്യം ആഗ്രഹിച്ചിട്ട് അത് നടക്കാതെ പോയാ അവറ്റകൾക്ക് വലിയ പ്രയാസ. ഇത് 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. ഒരു തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യൂല, പോവില്ല. കൊള്ളാം.
നല്ല മറുപടി. എടാ, നീ നേരത്തെ സംസാരിച്ചതുപോലെ സ്നേഹയോട് സ്ഥിരം സംസാരിക്കാനാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്? അതിന് ഞാൻ തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞതൊക്കെ നല്ല കാര്യമാണ്, പക്ഷേ പറഞ്ഞ രീതിയാണ് പ്രശ്നം. കാര്യം സ്നേഹയ്ക്ക് അല്പം എടുത്തിയാട്ടമുണ്ട്, ചില കൊച്ചു കൊച്ചു വാശികളും ഉണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്ത് പെരുമാറാൻ നിനക്ക് പറ്റണം. ഈ അഡ്ജസ്റ്റ്മെന്റ് സ്നേഹിക്കും ആവാലോ. ഇങ്ങനെയൊക്കെ സംസാരിച്ചാ നിന്നെ വിവരദോഷി എന്ന് വിളിക്കേണ്ടി വരും. എന്തെങ്കിലും വിളി. എങ്കിൽ പിന്നെ എന്റെ ചോദ്യത്തിന് നീ മറുപടി പറ. മറ്റുള്ളവരോട് ഇടപെടുന്ന കാര്യത്തിൽ നിന്റെ അത്ര ബുദ്ധിയും സാമർഥ്യവും സ്നേഹയ്ക്കുണ്ടോ? എനിക്കറിഞ്ഞൂടാ. എന്നാ ഇല്ല, അതാണ് വാസ്തവം. തർക്കമുള്ള ഒരു കാര്യം ഒരാൾ പറയുമ്പോൾ ഏറ്റവും നല്ല മാർഗം അപ്പുറത്തെ ആള് നിശബ്ദമായിട്ടിരിക്കുക എന്നുള്ളതാ. അതിന് സമ്മതിക്കില്ലല്ലോ. കുത്തി കുത്തി ചോദിച്ചുകൊണ്ടിരിക്കുമല്ലേ. എടാ, ലോകത്ത് എത്രയോ പ്രശ്നങ്ങളുണ്ട്. അത് ഏതൊക്കെ തരത്തിലുള്ളതാ? ഒരു കൂട്ടുകാരിയും ഒരു കൊടൈക്കനാലുമാ നിനക്കും അവൾക്കും ഇടയിലുള്ള പരമപ്രധാനമായ പ്രശ്നം. എന്നിട്ട് അതിനെക്കുറിച്ച് തർക്കിക്കാനും ന്യായീകരിക്കാനും നാണമില്ലേടാ. ഞാനിപ്പോ എന്താ വേണ്ടത്? എനിക്കൊരു തീരുമാനമില്ല. എല്ലാ തീരുമാനവും നീ എടുത്തോന്ന് സ്നേഹയോട് പറയണോ? അങ്ങനെയാണ് നിനക്ക് തോന്നുമെങ്കിൽ അങ്ങനെ ചെയ്യും. അതിന് ഞാൻ ചാവണം. ആഹാ, എന്തായാലും അത് വേണ്ട. നീ എഴുന്നേക്കടാ. എന്നെ എന്തിനിങ്ങനെ ആട്ടി ഓടിക്കുന്നത്? നീ പോകാൻ മടിക്കുന്ന കാരണം എനിക്കറിയാം. അവിടെ ചെന്നാൽ സ്നേഹ വീണ്ടും ഒന്ന് ആവർത്തിക്കുമെന്ന പേടി, അതിന്റെ ഇറിറ്റേഷനല്ലേ. എടാ, അത് എത്ര നേരം നീ ഇവിടെ ഇരുന്നാലും മാറില്ല. തിരിച്ച് അവളുടെ അടുത്ത് ചെന്നിരുന്നു പറഞ്ഞ് സമാധാനപ്പെടുത്തുക തന്നെ വേണം. എടാ, നീ ടൂറിന് പോകുന്നില്ലെങ്കിൽ പോകണ്ട, പക്ഷേ അത് പറയേണ്ട രീതിയിൽ പറയാൻ പഠിക്കണം. ചിലപ്പോൾ അവൾ ഇത്തിരി കരയും, അപ്പൊ അടുത്ത് ചെന്നിരുന്ന് ആശ്വസിപ്പിക്കണം. ഫാദറിന്റെ ക്ലാസ് കേട്ട അവസാനം ഞാൻ നല്ല പൈകിളി ഭർത്താവായി മാറും. പൊന്നു മോനെ, ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ. ഭാര്യയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഏത് ഭർത്താവും അല്പം പൈകിളിയൊക്കെ ആയിരിക്കും, എന്നാലേ നിലനിൽപ്പുള്ളടാ. ചെല്ലടാ. ശരി, ഞാൻ പോവാ. രാവിലെ ഞാൻ വിളിക്കും രണ്ടെണ്ണത്തിന്. ഇതിന്റെ ബാക്കിയൊന്നും കാണാനേ പാടില്ല, കേട്ടല്ലോ. ചെല്ലടാ. പോലീസുകാരെ ഏത് ലെവലിലുള്ളവരെ വേണമെങ്കിലും വിളിക്കാം മോളെ. ഞാൻ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടിച്ച, സ്കൂള് വിട്ട് വരാൻ അവൾ ഇത്തിരി നേരം വൈകിയ, മ്യൂസിക് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങാൻ വൈകിയ എന്റെ നെഞ്ചിനുള്ളിലൊരു പടപടപ്പാ. മുതിർന്നപ്പോ അവള് വേറെ മുറിയിലാണ് കിടക്കുന്നത്. പക്ഷെ എത്ര തവണയും ഞാൻ അവളുടെ മുറിയിൽ പോയി നിൽക്കാന്നറിയോ, അവൾ ഉറങ്ങുന്നതും കണ്ടുകൊണ്ട്.